എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പല ഡെഫിനിഷൻസും ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന ഡെഫിനിഷൻ ഏതാണോ അത് ചൂസ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറയാനായിട്ട് പോണത് എഡ്വിൻ ബി ഫ്ലിപ്പോ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, HRM is the planning, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and reproduction of human resources to the end that individual, organizational and societal objectives are accomplished. അപ്പോൾ എന്താ പറയുന്നത്? ഇൻഡിവിജ്വലും ഓർഗനൈസേഷണലും സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടല്ലോ, ആ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങിനെയൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജി സ്റ്റെയ്നർ, അക്കോർഡിംഗ് ടു ജി സ്റ്റെയ്നർ, മാൻ പവർ പ്ലാനിങ് ഈസ് ദ സ്ട്രാറ്റജി ഫോർ ദി അക്വിസിഷൻ ഓഫ് യൂട്ടിലൈസേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സിൻ്റെ മാനേജ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ഇംപ്രൂവ്മെൻ്റ് ചെയ്യണം, എങ്ങനെ പ്രിസർവേഷൻ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു പ്ലാനിങ്ങിനെ, ആ ഒരു മാൻ പവർ പ്ലാനിങ്ങിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മെൻ ബൈ ഇൻറ്റേൺഷിപ്പ്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അല്ലേ, ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. ആരൊക്കെ കൂടി കണ്ടക്ട് ചെയ്യുന്നതാ? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിസിനസ് ഫേമും കൂടി ജോയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വീണ്ടും എന്ത് ചെയ്യാം? ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ റെഗുലറായിട്ട് സ്റ്റഡീസും ചെയ്യാം. അതുപോലെ തന്നെ ബിസിനസ് ഫേം, സെലക്ട് ചെയ്ത ബിസിനസ് ഫേം അവർക്ക് എന്ത് കൊടുക്കും? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കും. അങ്ങനെയുള്ള ജോയിൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ബിസിനസ് ഫേമും കൂടിയിട്ടായിരിക്കും. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് വീണ്ടും ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ റെഗുലർ സ്റ്റഡീസ് നടത്താം. അതുപോലെ തന്നെ ബിസിനസ് ഫേം അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്? ഡെഫിനിഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആക്യുറേറ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുക അല്ലേ, മാൻ പവർ റിക്വയർമെൻറ്റ്, അതായത് നമുക്ക് ഓർഗനൈസേഷനിൽ എത്രത്തോളം മാൻ പവർ വേണം അതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ളത് ഒപ്റ്റിമം നമ്മൾ എന്ത് ചെയ്യും? യൂട്ടിലൈസേഷൻ ചെയ്യും. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റൈറ്റ് നമ്പർ ഓഫ് മാൻ പവർ അറ്റ് റൈറ്റ് ടൈം, എന്ത് പ്രൊവൈഡ് ചെയ്യാം? റൈറ്റ് നമ്പർ ഓഫ് മാൻ പവർ അറ്റ് റൈറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ സർപ്ലസ് ആണോ ഉള്ളത്, അതുപോലെ തന്നെ ഷോർട്ടേജ് ആണോ ഉള്ളത്, ഇതൊക്കെ ആസസ് ചെയ്യാണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ജോബ് സമ്മറി. ജോബ് സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമുക്ക് ആ ഒരു കമ്പനീനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ജോബിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, ആ ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള മാൻ പവർ എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കിൽസ് വേണം, അങ്ങനെ എല്ലാം പറയുന്ന ഒരു സമ്മറിയാണ്. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആണ് എന്തെന്ന് പറയുന്നത്? ജോബ് സമ്മറി. ജോബ് ഡിസ്ക്രിപ്ഷനെയാണ് ജോബ് സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജോബ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്
എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു കമ്പനീനെ കുറിച്ചുള്ള ഓവർവ്യൂവും അതുപോലെ തന്നെ ഒരു ജോബിന് വേണ്ട എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ജോബ് സമ്മറി എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്തതാണ് റൈറ്റ് ദ മീനിങ് ഓഫ് ഓപ്പറേഷണൽ EHRM. ഓപ്പറേഷണൽ EHRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓപ്പറേഷണൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഉണ്ടായിരിക്കും. ഈ ഓപ്പറേഷണൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ നമ്മുടെ ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെയാണ് നമ്മൾ ഓപ്പറേഷണൽ EHRM എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷണൽ EHRM എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷനൊക്കെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജോബ് അനാലിസിസ്? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അല്ലേ. അതായത് ഒരു സ്പെസിഫിക് ജോബിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് സ്റ്റഡി ചെയ്യും, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജോബ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ജോബിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ എന്തൊക്കെ ഓപ്പറേഷൻസ് അത് റിലേറ്റഡ് ആയിട്ട് ആവശ്യമുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ അത് സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജോബ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ് ഡിസൈൻ? ജോബ് ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ജോബ് ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്? ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജോബ് സ്പെസിഫിക്കേഷൻ? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? കുറച്ച് ക്വാളിഫിക്കേഷൻസും ക്യാപ്പബിലിറ്റീസും വേണം അല്ലേ. എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള മിനിമം ഫിസിക്കൽ, മെൻ്റൽ, സൈക്കോളജിക്കൽ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവും. എംപ്ലോയിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്യാപ്പബിലിറ്റീസിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട് ഒരു എംപ്ലോയിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻസും കേപ്പബിലിറ്റീസ് ഒക്കെ വേണം. ആ ക്വാളിഫിക്കേഷൻസിൻ്റെയും കേപ്പബിലിറ്റീസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്? ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോ ജോബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. ഈ ടാസ്കിൻ്റെയൊക്കെ നമ്പർ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ടാസ്ക് ഇൻക്രീസ് ചെയ്യണതിനെയാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജോബും അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ടായിരിക്കും. ഈ നമ്പർ ഓഫ് ടാസ്കിനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ എംപ്ലോയിയുടെ എന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പാൻഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റീനെ അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല? എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് നമ്പർ ഓഫ് ടാസ്ക് അല്ലേ. ഒരു ജോബായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ടാസ്ക് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.